കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്, പക്ഷേ ഇന്നാണത് ഞാൻ കണ്ടത്. ആ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നില്ലെങ്കിൽ വലുതാക്കി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഇലക്ഷനുമായി കണക്ട് ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി അവരുടെ ആ പത്രികാ സമർപ്പണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുന്നേ നടത്തുന്ന ഒരു പ്രാർത്ഥന. ഇതും ലീഗിൻ്റെ ഓഫീസിൽ വെച്ച് നടക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇതാണ് സംഭവം. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ അവിടുത്തെ ഒരു ലോക്കൽ മീഡിയ അത് അവിടെ പബ്ലിഷ് ചെയ്യുന്നു. ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച സാധനം അത് ഇവിടെ വലിയ തോതിൽ ചർച്ചയാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില സാധനങ്ങൾ, ഈ പ്രാർത്ഥനയിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ ഇത് വലിയ തോതിൽ അവർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അവർ വലിയൊരു വാർത്തയായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. ദൈവമേ കൈത്തോഴാം കേൾക്കുമാറാകണം. തിരൂർ ലീഗ് ഓഫീസിൽ പത്രികാ സമർപ്പണത്തിന് പുറപ്പെടുന്നതിന് മുമ്പായി അറബിയിൽ കൂട്ടപ്രാർത്ഥന നടക്കുമ്പോൾ ലീഗ് സ്ഥാനാർത്ഥിയായി ഷിജി പള്ളിയേരി കൈകൂപ്പി കണ്ണുകളടച്ച് മൗനപ്രാർത്ഥനയിൽ മുഴുകിയപ്പോൾ എന്ന് കാണിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. ഇത് പറയുമ്പോൾ ആദ്യം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഞാനൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. മലമ്പുഴ 3-ാം ഡിവിഷനിൽ ഒരു ആദിവാസി മേഖലയിൽ ഉള്ള ഒരു ആൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടു. അത് വലിയ ചർച്ചയായിട്ടുണ്ട്. വലിയ നല്ല കാര്യം എല്ലാ ആളുകൾക്കും. അവർ ഫോട്ടോയിൽ വേറെ ചില സാധനങ്ങളൊക്കെയാണ് കണ്ടത്. അവരുടെ കണ്ണുകൾ ഏത് വഴിക്കൊക്കെയാണ് പോകുന്നത്. വെറുതെ അല്ല മദ്രസയിലെ ഉസ്താദുമാർ ഈ കുട്ടികളെ വെറുതെ വിടാത്തതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. പോട്ടെ, സാരല്ല, നിങ്ങളുടെ കണ്ണ് എന്തൊക്കെയാണ് കാണുന്നുള്ളത് ഇപ്പോഴാണ് പിടികിട്ടിയത്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി നടന്നില്ല എന്നാണ് ഞാൻ ഫോട്ടോഷോപ്പ് ചെയ്തിട്ടാണെങ്കിലും ഞാനത് സൂക്ഷിച്ചോളാം എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഇത്തരക്കാരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. വളരെ മോശം. പോട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പറയുകയാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇതേപോലെ ഷിജി പള്ളിയേരി ഇവിടെ മത്സരിക്കാൻ വേണ്ടി വരുന്നു. അത് മിക്കവാറും ഒരു സ്ത്രീ ഇതുപോലെ ആ ഒരു സംവരണ മണ്ഡലം അങ്ങനെ എന്തെങ്കിലും ഒരു സാധനമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തു തന്നെയായാലും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇതുപോലെ മത്സരിക്കാൻ ഒരു അവസരം ലഭിച്ച ഷിജിക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ നേരെയാണ്. വിജയിച്ച് കയറട്ടെ, അങ്ങനെ കുറച്ച് വെളിവ് വീഴട്ടെ എന്നൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വർഗീയത മാറ്റിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം എന്നാണല്ലോ നമ്മളുടെ OIC BJP-ക്കാരോട് പറഞ്ഞത്. അപ്പോൾ അതുപോലെ നമുക്ക് തിരിച്ചും പറയാമല്ലോ, മുസ്ലിം ലീഗിൻ്റെ വർഗീയത മാറ്റിവെച്ചാൽ അവർക്ക് വോട്ട് ചെയ്യുന്നതിനോട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, തരക്കേടൊന്നുമില്ല എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. പോട്ടെ, അതവിടെ നിൽക്കട്ടെ. വിജയാശംസകൾ നമ്മൾ നേരുന്നു. പക്ഷേ പത്രികാ സമർപ്പണത്തിന് വേണ്ടി പോകുന്നതിന് മുന്നേ കൊടുക്കുന്ന ഈ തരത്തിലുള്ള ഒരു പ്രാർത്ഥന നടക്കുമ്പോൾ അത് എന്താണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതാണ് ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമായിട്ട് മാറിയത്. ഇതാണല്ലോ ഇപ്പോൾ നമുക്കിവിടെ പറയേണ്ട കാര്യം. കാരണം നമ്മളിപ്പോൾ ഒരാളെ ഒരു പരീക്ഷയ്ക്ക് പോകുന്നു, അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ ആ മോനെ നീ പഠിച്ച് നന്നായി പ്രാർത്ഥിച്ച് വിടുകയാണ്, നീ നന്നായി അനുഗ്രഹിച്ച് വിടുമ്പോൾ പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പറയുന്ന ഒന്ന് തന്നെയായിരിക്കും. വിജയ് ശ്രീലാളിതനായി വരൂ, പോയി വിജയിച്ച് വരൂ എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. എന്നാൽ ഇവിടുത്തെ രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ നീ പോയി തോറ്റ് തുന്നം പാടി വരൂ എന്ന് ആത്മാർത്ഥമായിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നതിന് തുല്യമായത്, അല്ലെങ്കിൽ അതിനേക്കാൾ കുഴപ്പം പിടിച്ച രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെ പോയിരിക്കുന്നത്. ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് നമ്മളിവിടെ ഒന്ന് പ്ലേ ചെയ്ത് കാണുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്തേക്കാം. കമോൺ വീഡിയോ, ദ വീഡിയോ. ലീഗിന്റെ ഓഫീസാണ് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട കാര്യങ്ങളാണ്. ഇനി വിട്ടുപോകാൻ പാടില്ല. പ്രാർത്ഥനയുടെ ആ ഒരു മൂർധന്യാവസ്ഥയിൽ ഇത് എത്തിയിരിക്കണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നുകൂടി കേട്ടോളൂ. ഇവിടുന്ന് അങ്ങോട്ട് കേൾക്കുക. ഓക്കെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അടുത്ത പോരട്ടെ. വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. പോരട്ടെ. അടുത്തത് അല്ലാഹുമ്മ ദമ്മിർ അഅദാഅന വ അഅദാ അദ്ദീൻ. ഇത് സാധനങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ആളുകൾ ആമീൻ പറയണം കൂടി കേട്ടിട്ട് നമുക്ക് ബാക്കിയിലേക്ക് കിടക്കാം.
ഈ അക്കദാമഹും എന്നൊക്കെ പറയുമ്പോൾ ആമീൻ പറയാണ്. ഇതെന്തിനീ ആമീൻ പറയണമെന്ന് നാട്ടുകാർക്കും അറിയില്ല, ഉസ്താദിനും അറിയില്ല. ഉസ്താദ് എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ ആമീൻ പറയും. ഉസ്താദ് ശ്വാസം എടുക്കാൻ വേണ്ടി നിർത്തുന്നതാണ് സംഗതി, പക്ഷേ അപ്പോഴും ആമീൻ വീഴും. ഇതാണ് അതിൻ്റെ പ്രശ്നം. ഞങ്ങളൊക്കെ വലിയ വലിയ ദോഷങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ്, റഹ്മാനായി തമ്പുരാനെ ആമീൻ, അതിന് അവിടെ ആമീൻ പറയണേ എന്നൊക്കെ പണ്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അത് തമ്പുരാനെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് തരണേ എന്ന് പറയുമ്പോഴല്ലേ ആമീൻ പറയേണ്ടുള്ളൂ. പക്ഷേ ഇത് അതൊന്നുമല്ല. ഇത് ഉസ്താദ് ശ്വാസം എടുക്കാൻ വേണ്ടി സ്റ്റോപ്പ് ഒന്ന് ബ്രേക്ക് പിടിക്കുക, അല്ലെങ്കിൽ ഗിയർ മാറ്റാൻ വേണ്ടി ഒന്ന് മറ്റേ ന്യൂട്രൽ ഒന്ന് അമർത്തുകയോ ചെയ്യുമ്പോൾ അപ്പം ആമീൻ വീഴും. ഇതാണ് സാധനം. അപ്പോൾ എന്ന് വെച്ചാൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പറയുന്ന ഒരു വേദിയിൽ, അതായത് ഇതുപോലെ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ, ഈ ഷിജി എന്ന് പറയുന്നത് മറ്റു മതസ്ഥയാണ്. കാരണം ആളവിടെ ഇതിൻ്റെ തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കുന്നതാണ്, ദൈവമേ കൈത്തൊഴാം എന്ന് പറഞ്ഞിങ്ങനെ അറബിയിൽ പ്രാർത്ഥന നടക്കുമ്പോൾ തൻ്റെ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു കാഴ്ച, അതൊരു അവരവരുടെ എന്താ പറയുക, അങ്ങനെ ഒരു നല്ലൊരു ഒരു സെൻസിലാണ് അത് അവിടെ അവർ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന സാധനം എന്തെന്നുള്ളതാണ് നമ്മളിവിടെ കാണാതെ പോകുന്നത്. ഇത് എന്തുകൊണ്ട് ഇത്ര നാളും ആളുകൾ കാണാതെ പോയി എന്നുള്ളതും കൂടിയാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഇനി അതേപോലെ ആരെയും കാണാതെ ഇതേ പറ്റിച്ചിങ്ങനെ നടക്കാൻ പറ്റില്ല എന്നുള്ളതും കൂടിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇതിൽ നടക്കുക. അപ്പോൾ ഇത്ര കാലം എന്തുകൊണ്ട് നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മനഃപൂർവ്വം ചെയ്തൊന്നുമല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഇത് മനഃപൂർവ്വം അല്ല എന്ന് പറയാൻ കാരണം, അവിടെ ആ പ്രാർത്ഥിക്കുന്ന ആൾക്ക് ഈ അറബി പറയുന്ന സാധനം എന്താണെന്ന് അറിയില്ല. ഉള്ള കാര്യം പറയാലോ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ നിസ്കാരത്തിൽ അതുപോലെ നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടും ഇതുപോലെ ഓതിയും മൂളിയൊക്കെ നടക്കുന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അറബിയിലുള്ള സാധനം. ഇതിൻ്റെ ഒന്നും അർത്ഥം ഒരാൾക്കും അറിയില്ല. മുസ്ലിങ്ങളിൽ ഒരു 99% അറിയില്ല. എന്നാൽ അവർക്ക് ഇറച്ചി തിന്നുമ്പോൾ അത് പോത്തിറച്ചി കഴിക്കണം, അത് പന്നിയിറച്ചി കഴിക്കരുത് എന്നുള്ളത് അറിയാം. ഭാര്യയെ തല്ലാൻ പറ്റും എന്നുള്ളത് അവർക്ക് അറിയാം. അത്യാവശ്യ ഘട്ടങ്ങളിൽ കാഫിറിനോട് പരുഷമായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതൊക്കെ അറിയാം. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അറിയാം, അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഇതുപോലുള്ള സാധനങ്ങളൊന്നും അറിയില്ല. ഇതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ എന്തോ ഇങ്ങനെ അറബിയിൽ ഉരുവിടും, അപ്പോൾ നമ്മൾ ആമീൻ പറഞ്ഞോളാം. അതിപ്പോൾ ശ്വാസം എടുക്കാൻ വേണ്ടി നിർത്തിയതാണോ, അതോ ഇനിയിപ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് നിർത്തിയതാണോ, ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. നിർത്തിയ ഉസ്താദ് അപ്പോൾ ആമീൻ. ഇതാണ് അതിൻ്റെ ഒരു കഥ. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോവുക. ചില ആമീൻ പിടുത്തമൊക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആശ്വാസത്തിൻ്റെ നിശ്വാസം വരുന്ന ആമീൻ പിടുത്താണ്. ചില ഉസ്താദുമാരൊക്കെ ഇങ്ങനെ പോവും, നീട്ടി വലിച്ച ആമീൻ. അപ്പോൾ നമ്മളിങ്ങനെ അറിയുന്നത് എന്താ പണ്ടാരം നിൽക്കാത്തതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പോകുമ്പോഴായിരിക്കും ഈ സാധനം വരും, അല്ലാഹു അയ്സൽ ഇസ്ലാം. അപ്പോൾ അതങ്ങ് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും, തീരാറായി എന്ന് മനസ്സിലാവും. അത് മാത്രമല്ല, പണ്ട് വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോകുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ഈ ഘട്ടം എത്തുമ്പോൾ അത് മനസ്സിലാക്കാം കുത്തുബ തീരാറായി എന്നുള്ളത്. കാരണം അറബിയിലുള്ള അർത്ഥമൊന്നും നമുക്കറിയില്ല, പക്ഷേ ഇത് ചൊല്ലി തുടങ്ങുമ്പോൾ നമുക്കറിയാം അത് തീരാറായതിൻ്റെ ഒരു സാധനമാണ്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് പോത്ത് ബിരിയാണി മൂക്കുമുട്ട തട്ടാനായി എന്നുള്ള ആ സാധനം, ആ ഒരു സിഗ്നൽ ആണ് ഇതിൽ സാധാരണ കിട്ടുക. അല്ലാതെ ഇതിൻ്റെ അർത്ഥമൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഇത് ഓതിക്കൊടുക്കുന്ന ഉസ്താദിന്, അവിടെ ഇരിക്കുന്ന ആ മുസ്ലിം ലീഗിൻ്റെ നേതാവിന് ഇത് അറിയില്ല, ഷിഹാബ് തങ്ങളിന് പോലും അറിയില്ല എന്ന് തന്നെ നമുക്ക് കൂട്ടാം. ഇനി ഇത് ആമി പിടിക്കുന്ന മറ്റ് വിശ്വാസികൾ അവർക്കിതറിയും, അവർക്കും അറിയില്ല. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കും അറിയില്ല, കേൾക്കുന്ന ആൾക്കും അറിയില്ല. ഇതാണ് ഇത്ര നാളും ഈ സാധനം ഇതിങ്ങനെ ഒഴുകി ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ളൊരു കാരണം. അറിയുമായിരുന്നു എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇത് പ്രാർത്ഥിക്കുമോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ഈ ബാങ്ക് വിളിയൊക്കെ മലയാളത്തിൽ വിളിച്ച് ഒന്ന് കാണിക്കുന്നത്, നമ്മൾ വെല്ലുവിളിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം അങ്ങനെ ചെയ്താൽ ഇത് പൊളിയും. ഇത്രയേ ഉള്ളൂ ഇതിലെ മതേതരത്വം എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെപ്പോഴും പറയുക. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ സംഗതികൾ വരുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി നമ്മളെ പുതിയ ലേഔട്ടൊക്കെ കണ്ടിട്ട് ആരെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത്. നമ്മളുടെ വെർട്ടിക്കൽ ലൈവും കൂടി പോകുന്നതുകൊണ്ട് അവർക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ക്ഷമിക്കുക, നമുക്ക് എഡിറ്റ് ചെയ്യാനും അതുപോലെയുള്ള സംഗതികൾക്കൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ചില അതിനൂതനമായ വഴികളാണ് ഇതൊക്കെ. നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ അവർക്കും കാണാം, നിങ്ങൾക്കും കാണാം, എല്ലാവർക്കും കാണാം. ഓക്കെ, വെർട്ടിക്കലായിട്ട് ലൈവ് പോകുന്ന സമയത്ത് അവരെ നമുക്ക് അവഗണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് വിശ്വാസികൾ കൂടുതലും അവിടെയാണ്. വിശ്വാസികൾ കേൾക്കുന്നുണ്ടല്ലോ, അല്ലേ പോട്ടെ. അപ്പോൾ ഇതാണ് നമ്മൾ കേട്ടത്. അപ്പോൾ എന്തുകൊണ്ട് ഇത്ര നാൾ പോയി എന്നുള്ളത് ഇതാണ് കാരണം. ഇനി എന്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ അർത്ഥമൊക്കെ നാട്ടുകാർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇവിടെ വന്നു. ഇതെന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഇത് തന്നെയാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഇനി നിങ്ങൾക്കിത് ഇവിടെ എഴുന്നള്ളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ. ഇനിയിപ്പോൾ നടക്കുകയില്ല എന്ന് മാത്രമല്ല, ഇനി ഭാവിയിൽ അത് എഴുന്നള്ളിക്കാനും നിങ്ങൾക്ക് സാധിക്കില്ല. ഇനി എഴുന്നള്ളിക്കുന്ന സമയത്ത് അഞ്ചാതി പ്രാർത്ഥനകളൊന്നും വേണ്ട കേട്ടോ എന്ന് അകത്തുനിന്ന് തന്നെ ചില ഉൾവിളികൾ വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതാണ് അതിൽ കാണാനുള്ള മറ്റൊരു കാര്യം. അപ്പോൾ ഇതാണ് ആ പ്രാർത്ഥന. അപ്പോൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ പറഞ്ഞിരുന്നു. ഈ പ്രാർത്ഥന ഒരു ശാപപ്രാർത്ഥന എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കാറ്. അതായത് എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് ഇവിടെ കാണാം. അറബിയിൽ എഴുതിയിരിക്കുന്ന അവിടെ നിങ്ങൾക്ക് വായിക്കാം. അതിലെ ഒരു ചെറിയ ഭാഗമാണ്, അല്ലെങ്കിൽ അതിൽ ഇതിങ്ങനെ പല വേർഷൻസ് ഈ സാധനത്തിനുണ്ടാവും. ഈ അറബിയിലുള്ള സാധനം ഇങ്ങനെ പല രൂപത്തിൽ ഉസ്താദുമാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ പറയും. എന്തായാലും ഇതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കാണ്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാ അദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. അതിൽ അഅദാഅന വഅദാ അദ്ദീൻ ഒരു
അഡീഷണൽ ഒരു സാധനം കൂടി ചേർത്തിട്ടാണ് ഈ പറയുന്ന സാധനം ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം താഴെ കൊടുത്തു. ഓ അല്ലാ റേസ് ദ സ്റ്റാൻഡിങ് ഓഫ് ഇസ്ലാം ആൻഡ് ദ മുസ്ലിംസ്. ഓ അല്ലാ റേസ് ദ standing of Islam and the Muslims and degrade the standing of kufr and the kafirin. അതായത് കാഫിറുകളായിട്ടുള്ള ആളുകളുടെ അവരെ നാണം കെടുത്തണേ എന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. ഷിർക്ക് ചെയ്യുന്ന ആളുകൾ, ബഹുദൈവ ആരാധകർ. പിന്നെ അടുത്തതാണ് ദമ്മിർ അദാന എന്ന് പറയുന്ന സാധനം. അവിടെ എന്താണ്? അവിടെ ഡിസ്ട്രോയ് ദ എനിമീസ് ഓഫ് ദീൻ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നതാണ്. ഇതുകൂടാതെ വേറെയുണ്ട്, മതം ഉപേക്ഷിച്ച ആളുകളെ ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ പ്ലേ ചെയ്തിരുന്നു. അതും കൂടി നമുക്ക് കേൾക്കുമ്പോൾ ഒരു കാര്യം പിടികിട്ടും. അപ്പോൾ അത് നമുക്കൊന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് എപ്പോഴും ആവർത്തിക്കാറുള്ളതാണ്. അപ്പോൾ എന്താണെന്നുള്ളതൊന്ന് കേട്ട് കളയാം. They accuse Islam with these false accusations because they are the enemies of Allah. How is it that they're not the enemies of Allah when they insult Allah? What does Allah subhanahu wa ta'ala say in the Quran about himself? Lam yalid wa lam yulad. He begets not, nor is he begotten. He doesn't have children, and he is not the child of anyone. But what do they? ഏതായാലും എനിക്ക് സന്തോഷമാണ്. നമ്മളുടെ വെർട്ടിക്കൽ ലൈവിൽ കോയമാരുടെ വിളയാട്ടമാണ്. എല്ലാ വിശ്വാസികൾക്കും സ്വാഗതം. അസ്സലായി അലക്കും. നിങ്ങൾ വീഡിയോ തുടർന്നും കാണുക. നിങ്ങൾക്ക് ഒരുപാട് ഇൽമ് കിട്ടുന്ന ഒരു വേദിയാണ്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അറബി വിളിച്ചിടാം, നിങ്ങൾക്ക് ആ ഒരു ഒഴിവ് വേളകൾ ആനന്ദകരമാക്കാൻ. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ ബാക്കി കേൾക്കാം. നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ, ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ സാധനമാണ്. They say that Allah has a son. Is this not showing enmity towards Allah? How are they not the enemies of Allah when they accuse Allah Jalla wa Ala of being tight-fisted, of being stingy, of not being generous? You know, when they said that, Allah subhanahu wa ta'ala responded to them by saying, غُلَّتْ أَيْدِيهِمْ. May they be tight-fisted. May their hands be tied. And Allah Jalla wa Ala tells us that they are cursed because of what they say. So what? They're the friends of Allah, that's why He curses them? No. He only curses them because they are the enemies of Allah subhanahu wa ta'ala. Ifhamu hadha jayidan. Make sure this is clear in your mind. You think that they are your friends? No, they're the enemies of Allah. So if they're the enemies of Allah, how are they your close friends? I want our children to understand this well. ഇതെന്താ പറയുന്നതെന്ന് വല്ല പിടി കിട്ടുന്നുണ്ടോ വിശ്വാസികൾ? കോയമാർ ഓക്കെ, നമ്മുടെ വീഡിയോ കോയമാരും കാണുന്നില്ല എന്നാണ് പറയുക. കോയമാരുടെ വിളയാട്ടമാണ്. അപ്പോൾ നിങ്ങളറിയാൻ വേണ്ടിയിട്ട് പറയാണ്, അതായത് ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകളെ, അവിശ്വാസികളെ നിങ്ങളുടെ ഉറ്റമിത്രങ്ങളാക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളുടെ മറ്റേ മൂരി ബിരിയാണി കൊടുക്കുന്നതിന് മുന്നേ ഉള്ള ആ പ്രാർത്ഥന ഇവിടെ വരും. അതിനൊന്ന് വെയിറ്റ് ചെയ്യുക, അതേ വരുന്നു. ഓക്കെ. The non-Muslims are the enemies of Allah. Therefore they are your enemies. Some of them don't even believe that Allah exists. You want somebody like that to be a close friend of yours? Allahumma a'izz al-Islam wal Muslimin. എന്താ കേട്ടത്? അല്ലാഹുമ്മ അഇസ്സ് അൽ-ഇസ്ലാമ വൽ മുസ്ലിമീൻ. അപ്പോൾ ഇത് തന്നെയല്ലേ ലീഗിൻ്റെ ഓഫീസിൽ പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം ഇവിടെ എഴുതി കാണിച്ചത്? ഇത് ആർക്കെങ്കിലും വിട്ടുപോകണ്ടെന്ന് ചോദിച്ചിട്ട് കാണും. ഓ അല്ലാ ഗീവ് സ്ട്രെങ്ത് ടു ഇസ്ലാം ആൻഡ് ദ മുസ്ലിംസ്. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അടുത്ത ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല അൽ-കഫറത വൽ മുശ്രിക്കീൻ. വഅദില്ല അൽ-കഫറത വൽ മുശ്രിക്കീൻ. ഹ്യൂമിലിയേറ്റ് ദ ഇൻഫിഡൽസ് ആൻഡ് ദ പോളിതീസ്റ്റ്. ഇതാണ് അവിടെ പറഞ്ഞു. ഇനി അതിൻ്റെ ബാക്കിയും കൂടി കേട്ടോളൂ. ഓക്കെ. അല്ലാഹുമ്മ ദമ്മിർ അഅദാ അദ്ദീൻ. ദമ്മിർ അഅദാ അദ്ദീൻ, അതായത് എനിമീസ് ഓഫ് അള്ളാഹ് അല്ലെങ്കിൽ റിലീജിയൻ, അതിനെ ദീനിൻ്റെ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കണമേ, ഡിസ്ട്രോയ് ചെയ്യണം. ബാക്കിയും കൂടി കേട്ടോളൂ. ഇത് നിങ്ങൾക്ക് അതും കൂടി കേട്ട് പഠിച്ചിട്ട് പോവാം. അതായത് മതം ഉപേക്ഷിച്ച ആളുകളെയും അതുപോലെയുള്ള ആളുകളെയൊക്കെ, ഏത്തിസ്റ്റുകളൊക്കെ അന്നൈലൈറ്റ്. അതാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എല്ലാത്തിനെയും അങ്ങ് തീർത്തേക്കുക. അള്ളാഹുവിനോട് പറയാണ് കേട്ടോ. എത്ര ബ്യൂട്ടിഫുള്ളായ ഒരു പ്രാർത്ഥനയാണെന്ന് ആലോചിച്ചു. മതേതരമായ ഒരു സാധനം,
ഒരു 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 ശാപം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പോയിരുന്ന് ആമീൻ പിടിക്കുന്നത്, പൂമീൻ പിടിക്കുന്നത് എന്നാണ് ഈ പറയുന്നത്. അതാണ് ഈ പ്രാർത്ഥിച്ചിട്ട് നമ്മളെ സ്ഥാനാർത്ഥിനെ, പാവം സ്ഥാനാർത്ഥിനെ തോൽവിയിലേക്ക് ഞാനതല്ല തുടക്കത്തിൽ പറഞ്ഞത്. അതായത് നിങ്ങളൊരാളെ പറഞ്ഞയക്കുമ്പോൾ ആ മോനെ പോയി വരൂ, നല്ല വിജയ് ശ്രീലാളിതനായി വരൂ എന്നുള്ളതിന് പകരം അവിടെ പിടിച്ച ആമീൻ പറയുമ്പോൾ എന്താ അവിടെ പറഞ്ഞു വെക്കുന്നത്? അല്ലാഹു ഐസൽ ഇസ്ലാം. ഇവിടെ മുസ്ലിങ്ങളായ സ്ഥാനാർത്ഥികളുടെ ഇസ്സത്ത് മാത്രം വർദ്ധിപ്പിക്കണം എന്നല്ലേ സത്യത്തിൽ അവിടെ പ്രാർത്ഥിച്ചത്. എന്നിട്ട് ഈ ഷിജീനെ അവിടെ പിടിച്ച് നിർത്തിയാൽ എങ്ങനെ പഠിച്ചോനാകെ കൺഫ്യൂഷൻ ആവില്ലേ ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ആ ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇരിക്കുന്നത് ആ മുസ്ലിമാണ്, ഒരു കാഫിറാണ്. എന്നിട്ട് ആ കാഫിർ ഇരിക്കുന്ന വേദിയിൽ ഇരുന്നിട്ട് മുസ്ലിം ലീഗിന്റെ നേതാവ് പ്രാർത്ഥിക്കുന്നത് മുസ്ലിമിന്റെ ഇസ്സത്ത് വർദ്ധിപ്പിക്കണമെന്ന്. അപ്പം എങ്ങനെയാണ് പഠിച്ചോൻ ഈ ഷിജിയുടെ ഇസ്സത്ത് വർദ്ധിപ്പിക്കുക? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അത് വെറുതെ ഷിജി എന്നല്ലല്ലോ, അതിൻ്റെ തൊട്ടടുത്ത ആ വാചകത്തിൽ എന്താ പറയുന്നത്? അവിടെ പറയുന്നത് ഈ അതില്ല ഷിർക്ക് വൽ മുശ്രിക്കീൻ, ബഹുദൈവ ആരാധകരായ ആളുകളെ നാണം കെടുത്തണമെന്നാണ് പറയുന്നത്. ഏതായാലും വിജയിപ്പിച്ചാൽ നാണം കെടുള്ളല്ലോ, തോൽപ്പിച്ചാലല്ലേ നാണം കെടുള്ളൂ. അപ്പോൾ ഇനി അത് അങ്ങനെ പ്രാർത്ഥിച്ചാലും പഠിച്ചോൻ ചില സമയങ്ങളിൽ ഈ കാഫിറുകളെയൊക്കെ വിജയിപ്പിക്കും എന്നാണോ ഈ പറഞ്ഞു വരുന്നത്? ഇത് എന്തുട്ട് പഠിച്ചവനാണെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഇത് ഒരു 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 അന്തവും കുന്തവും ഇല്ലാത്തൊരു പഠിച്ചവനാണോ നിങ്ങളുടെ പഠിച്ചോൻ? എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാൻ കേട്ടോ. ഇതൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ക്ഷമിക്കുക, നമുക്ക് ഇതൊന്നും ഒരു പരീക്ഷണമാണ്. അടുത്ത തവണ നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം. ഇതിപ്പോൾ പെട്ടെന്ന് ഒരു ജുഗാദ് കണ്ടെത്തിയ ഒരു സാധനമാണ്. ക്ഷമിക്കുക, വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കും. ഇല്ലെങ്കിൽ സൂം ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം സ്ക്രീനിൽ. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നത് ഈ ദീനിൻ്റെ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കണമെന്നും കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ പണ്ട് ഷാജി പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ദീനാണ് ദീനാണ് ദീനാണ്, മതമാണ് 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 വലുത് എന്ന് പറഞ്ഞ സാധനം. അത് നിങ്ങൾ കേട്ടാണ്. അപ്പോൾ ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമുടി ഒരു മതേതര പാർട്ടിയാണ്. അതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെക്യുലറിസം ഇല്ല, അത് സെക്യുലർ ആയിട്ടുള്ളൊരു പാർട്ടിയാണ്. അത് സിക്ക് ആയിട്ടുള്ളൊരു വർഗീയ പാർട്ടി തന്നെയാണ് എന്നുള്ളത് നമ്മൾ പണ്ടേ പറയാറുണ്ട്. ഇത് സംബന്ധിച്ച് വളരെ മുന്നേ 2-3 വർഷം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തു, മതേതര പാർട്ടിയാണ് ലീഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. അതിൻ്റെ കുറേ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ്, അതിൻ്റെ തെളിവുകളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ. അവരുടെ ഭരണഘടനയിൽ തന്നെ പറയുന്ന സാധനമാണ്. അതായത് നിങ്ങൾക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രസിഡൻറ്റോ സെക്രട്ടറിയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ്. ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറി ആവാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ആളുകൾ ചോദിക്കും BJP അപ്പോൾ BJP എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. BJPയുടെ പ്രസിഡന്റ് നിങ്ങളൊരു മുസ്ലിം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആവാം. നിങ്ങൾ നിരീശ്വരവാദിയാണെങ്കിലും നിങ്ങൾക്ക് BJPയുടെ നേതൃത്വത്തിലേക്ക് വരാം. BJPയുടെ ടിക്കറ്റിൽ മത്സരിച്ച് നിങ്ങൾക്ക് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രി എന്ത് മന്ത്രി വേണേലും ആവാം. ഇതാണ് ഇവിടെ. അപ്പോൾ ഈ കമ്പാരിസണൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ആദ്യം അതൊന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ എപ്പോഴും പറയാം. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾ ആദ്യം ശ്രമിക്കുക, എന്നിട്ട് ബാക്കിയുള്ളതിനെക്കുറിച്ച് പറയാൻ നിങ്ങൾ വരിക. അവിടെ ഈ വാട്ടർ ബൗട്ടറി ആയിട്ട് വരരുത് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. BJPയെ വിമർശിക്കാൻ എന്തെല്ലാം കാരണങ്ങൾ വേറെ തന്നെ ഉണ്ട്, അത് നമുക്ക് പറയാമല്ലോ. ഇപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇവിടെ ചെയ്തു, ആ പാലത്തായി കേസുമായി കണക്ട് ചെയ്തിട്ട് ജനം TV കാണുന്നൊരു ചർച്ച, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇവിടെ ഒരു വശത്തിരുന്നിട്ട് ഈ ജെൻസി വിപ്ലവം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കലാപത്തിന് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്യുന്നു എന്നൊരു വശത്ത് പരാതി പറയുന്ന ഇതേ BJPയുടെ തന്നെ ആളുകൾ ഇന്നിപ്പോൾ പാലത്തായി വിധി വന്നപ്പോൾ അതിൽ കോടതി മുഴുവൻ പ്രശ്നമാണ്, കോടതിക്ക് ഒന്നും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു കലാപത്തിന് കോപ്പ് കൂട്ടുന്ന തരത്തിലാണ് ഇവിടുത്തെ BJP നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ തീവ്ര വർഗീയത പറയുന്ന ആ തരത്തിലുള്ള ഹിന്ദുത്വവാദികൾ പറയുന്ന അതാണ്. അത് നമ്മൾ അവരെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു, നിങ്ങളത് ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ വീഡിയോ ഇന്ന് നമ്മളവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. ഇതാണ് നമുക്ക് പറയാനുള്ള നിലപാട്. പറയേണ്ടത് നമ്മൾ പറയാം, വിമർശിക്കേണ്ടതിന് നമ്മൾ വിമർശിക്കുക. വെറുതെ ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഇത് പറഞ്ഞു ഇനി 1-1 2-2 എന്ന് പറഞ്ഞിട്ട് പോവുക, അതല്ല നമ്മുടെ പരിപാടി. പറയേണ്ടടുത്ത് നമ്മൾ പറയാം. ഇത് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ മതേതര പാർട്ടി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഈ ലീഗിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇത് ശരിയാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്, ശരിയല്ല എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞേ പറ്റൂ, ഇത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ എന്നുള്ളതാണ് ഇന്നത്തെ നില. അത് നമ്മൾ ചെയ്യണം. പക്ഷെ അവിടെ നമ്മൾ കാണുന്നത് ഇവിടുത്തെ യുക്തിവാദികളായിട്ടുള്ള ആളുകൾ എന്താണ്, ജമിയത്തുൽ യുക്തിവാദികൾ, അവരെന്താ ചെയ്യുന്നത്? അവരിങ്ങനെയുള്ള വിഷയങ്ങളൊന്നും കാണില്ല. അവരുടെ പ്രശ്നം സംഘപരിവാർ വളരുന്നു എന്നുള്ളതാണ്. എന്നാൽ സംഘപരിവാറിനെ യഥാർത്ഥത്തിൽ വളർത്തുന്ന വിഷയങ്ങൾ അവർ കണ്ണടച്ച് ഇരുട്ടാക്കും. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയും. എന്നിട്ട് അപ്പുറത്ത് പോയിരുന്നിട്ട് സംഖ്യ വളരുന്നതെന്ന് പറഞ്ഞിട്ട് ഈ മറ്റേ കുറുക്കനും മറ്റേ നായൊക്കെ ഇരുന്ന് മോങ്ങണമായിരുന്നു മോങ്ങും. ഇതാണ് പരിപാടി. നിങ്ങളങ്ങനെ മോങ്ങിക്കൊണ്ടിരുന്നത് കൊണ്ട് സംഖ്യ വളരാതെയാവില്ല. അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഈ പറയുന്ന വിഷയത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് സംഖ്യ വളരാനുള്ള കാരണമായിട്ട് മാറുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നിടത്ത് ഈ യുക്തി വാണങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇതാണ് നമ്മൾ ചോദിക്കുക. ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന് നമുക്കുള്ള ഉത്തരം. ഏതായാലും അതിൽ ഒരു വ്യത്യസ്തമായ ഒരു നിലപാട് ഇന്ന് നമുക്ക് കാണാനിട വന്നു. അത് നമ്മളുടെ ജസ്ല മാടശ്ശേരി, നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കും. ജസ്ല നടാടെയാണ് നമ്മൾ പോസ്റ്റൊക്കെ കാണാറുള്ളത്. എന്തോ ഇന്ന്
കണ്ണിൽ പെട്ടു ആ പോസ്റ്റ്. അപ്പോൾ വായിച്ചു നോക്കിയപ്പോൾ വളരെ വിലപ്പെട്ട ഒരു പോസ്റ്റാണ്. അപ്പോൾ പിന്നെ അതൊന്ന് വായിച്ചേക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ജസ്ലയുടെ അനുവാദമൊന്നും ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ അതൊന്ന് വായിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ജസ്ല അവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് കോൺഗ്രസ്സുകാരിയായി KSUകാരിയായി നിലനിന്നുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പറയുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം. എന്താണ് മുസ്ലിം ലീഗിൻ്റെ കുഴപ്പമെന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ ആ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. വെറുതെ ഈ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുക എന്നുള്ള നിലയിൽ നിന്ന് മാറിയിട്ട് യഥാർത്ഥ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരിക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എൻ്റെ പൊസിഷൻ പണ്ടും ഇന്നും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ പേര് തന്നെ ഒരു വർഗീയമായ പേരാണ്. ഞാനിപ്പോഴും ഓർക്കുന്നത്, ഇതിൽ ഈ ചിത്രത്തിൽ കാണുന്ന മുനീർ പണ്ട് കോഴിക്കോട് ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ അന്വേഷിക്കുകയും അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു സാധനമായിരുന്നു ഈ മുസ്ലിം ലീഗ് എന്നുള്ള പേര്. അപ്പോൾ ഞാൻ ഈ മുനീറിന് കത്തെഴുതി. അന്ന് നമ്മൾ പറഞ്ഞതാണ് മുസ്ലിം ലീഗ് എന്നുള്ള പേര് മാറ്റുക, എന്നിട്ട് ഒരു മലബാർ കോൺഗ്രസ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേരിടണം എന്ന് 2011 12 എങ്ങാണ്ട് ഈ പറയുന്ന മുനീറിന് അന്ന് ഞാൻ കത്തെഴുതിയ ആളാണ്. അതെന്താ വെച്ചാൽ നമ്മളുടെ അന്നത്തെ ബോധം നമ്മളെ കൊണ്ട് ചെയ്യിച്ചൊരു കാര്യമാണ്. ആ പേര് ശരിയല്ല എന്ന് അന്നേ തോന്നുന്നു. അന്ന് നമ്മളൊരു വിശ്വാസിയാണ്. അന്ന് സംഘപരിവാർ പാളയത്തിൽ പോയി അവർക്ക് വോട്ട് ചോദിക്കുന്ന ഒരാളല്ല. കമ്മ്യൂണിസ്റ്റുകാരൻ ആണെങ്കിലും നമ്മളുടെ മനസ്സ് ഈ പറയുന്ന കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. എൻ്റെ ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്തത് ഈ പറയുന്ന മുനീറാണ്. ഇതൊക്കെ അന്ന് സംഭവിച്ചിട്ടുള്ള സംഗതികൾ തന്നെയാണ്. നമുക്ക് അന്നും ഇന്നും അയിത്തമില്ല രാഷ്ട്രീയക്കാരോട്. രാഷ്ട്രീയത്തിൽ നല്ലത് ചെയ്യുന്ന ആൾ മുനീർ അന്ന് നല്ലൊരു മന്ത്രിയായിട്ടാണ് അന്ന് നമ്മളെ വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആളുമായിട്ട് ചേർന്നുകൊണ്ട് അന്ന് എനിക്ക് തോന്നുന്നു ഈ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസ് അതിൻ്റെ ഒരു മിനിസ്റ്റർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്താണ് ഇദ്ദേഹത്തെ വിളിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. എന്തോ അതിന് മുന്നേ ശേഷം എന്തായാലും അദ്ദേഹമാണ് നമ്മളുടെ ക്ലിനിക്ക് ഉദ്ഘാടനമൊക്കെ ചെയ്തത്. അതിൻ്റെ ചിത്രമൊക്കെ നിങ്ങൾ കണ്ടു കാണും. പഴയ ചിത്രങ്ങളാണ്. പണ്ട് നമ്മളൊരു പയ്യനായിരിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെ ആളോട് നമ്മൾ പറയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ മുസ്ലിം ലീഗ് എന്നുള്ള പേര് പോലും ഒരു വർഗീയത തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പോട്ടെ, അതിപ്പോൾ ഏതായാലും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ജസ്ല മാടശ്ശേരി ഇതിനകത്ത് എഴുതിയ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ പോസ്റ്റ് ഒന്ന് എടുത്തേക്കാം. അതിന് മുന്നേ സ്ക്രീൻ ഒന്ന് വലുതാക്കാം. ഓക്കെ, ഏതായാലും ഒരു വഴിക്ക് ഇറങ്ങണമല്ലേ. യെസ്. കഴിഞ്ഞ 10 വർഷമായി കേൾക്കുന്നു, ഇന്നും കേട്ടു, നീ എന്തിനാണ് ലീഗിനെതിരെ എപ്പോഴും വാ തുറക്കുന്നത് എന്ന്. ലീഗ് എങ്ങനെയാണ് വർഗീയ പാർട്ടിയാകുന്നത്? ഇത് എൻ്റെ വേർഷൻ ആണ് കേട്ടോ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഇതെഴുതുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ചിത്രം, അതായത് ഇപ്പോൾ നമ്മളുടെ യുക്തിവാദികൾ എന്ന് വിളിച്ച് നടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ സംഖ്യയാകുമോ എന്ന് പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥ അവർക്കുണ്ട്. എനിക്ക് ആ പേടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്, ചില കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം അതിൻ്റെ പേടിൽ തന്നെയാണ്. സംഖ്യയാകുമോ എന്നുള്ള പേടിയില്ല. ഇന്ന് പിന്നെ ആർക്കുമില്ല പേടി. ഇവിടെ പിണറായി വിജയൻ വരെ സംഖ്യയായിട്ട് നിൽക്കുന്നു. ശൈലജ ടീച്ചർ സംഖ്യയാകുന്നു. സംഖ്യകളുടെ വെട്ടും കുത്തുമൊക്കെ കൊണ്ട് നടന്ന ഏതൊരു സഖാവ് ഇന്നിപ്പോൾ സംഖ്യയാണെന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും സംഖ്യയായി. ഇന്നിപ്പോൾ സംഖ്യ അല്ലാത്തത് ഇവിടുത്തെ ഈ മൗദൂദി ടീം മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഞാനത് കാര്യമൊന്നും ആക്കുന്നില്ല. അത് അതിൻ്റെ വഴിക്ക് വിടുക. പിന്നെ രാഷ്ട്രീയ അയിത്തമില്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഏത് തരം രീതിയിൽ വേണമെങ്കിലും നമ്മൾ അതിനകത്ത് നിൽക്കും. കാരണം അങ്ങനെ ഒരു ഹെയ്റ്റ് ഇവിടെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ഇനിയും ഇവിടെ ഏർപ്പെടും. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, പക്ഷേ ഫോട്ടോ ഇടുമ്പോൾ നിങ്ങളുടെ കാമക്കണ്ണുകൾ കൊണ്ട് നോക്കുന്നതൊന്ന് കൺട്രോൾ ചെയ്യുക. നിങ്ങൾ മദ്രസ കുട്ടികളെ നോക്കുന്ന മാതിരി എന്നെ നോക്കരുത്. എനിക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നി, അതാണ്. അപ്പോൾ നിങ്ങളുടെ മദ്രസ കണ്ണ് ഒന്ന് മാറ്റി വെച്ചിട്ട് നോക്കുക. ഓക്കെ, പോട്ടെ. അടുത്ത തവണ ഞാൻ അതിനുള്ള ഒരു പരിഹാര കർമ്മങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോയിക്കോളാം. കാര്യം പിടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ജസ്ല ഈ ഒരു വിഷയത്തിൽ വ്യത്യസ്തയാകുന്നത് ആ ഒരു നിലയിലാണ്. ജസ്ലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേയും കൂടി എനിക്ക് അടുത്തറിയുന്നൊരു വിഷയമാണ്. എന്ന് വെച്ചാൽ ആൾ ഈ ഒരു മതം ഉപേക്ഷിച്ച് വന്ന സമയത്ത് പല കാര്യങ്ങളും നേരിട്ട് അറിയുകയും അവരുടെ ഉമ്മയായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഒരു എന്താ പറയുക, വലിയ ഒരു സംഘർഷം നടന്നിട്ടുള്ള സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള ഈ ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വേറെ ഉണ്ടെങ്കിലും നമ്മൾ അങ്ങനെ തല്ലുകൂടാനൊന്നും പോയിട്ടില്ല, ഉള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ആൾ വന്ന വഴി എന്താണെന്നും അതിൻ്റെ ബുദ്ധിമുട്ട് എന്തായിരിക്കുമെന്നും അത് എങ്ങനെയാണ് ഒരാളെ ബാധിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ ആ തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾക്കൊന്നും പോയിട്ടില്ല. പിന്നെ ആളങ്ങനെ ഒരു വലിയ ഇതിൻ്റെ ഒരു എന്താണ്
ഒരു നേതാവായി ചമഞ്ഞ് നടക്കാനൊന്നും ഒരിക്കലും മുന്നോട്ട് വരിക അതിനൊന്നും ചെയ്തിട്ടില്ല. ആളുടെ കാര്യങ്ങൾ പറയുന്നു, മുന്നോട്ട് പോകുന്നു, അത്രയും നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ ചെയ്യുന്ന സമയങ്ങളിൽ എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. പിന്നെ ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതിൻ്റെ പേരിൽ നമ്മൾ ചില സമയങ്ങളിൽ മാറി നിന്നിട്ടുണ്ട്. അസ്കർ അലിയുടെ വിഷയത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പേരിൽ പിന്നെ നമ്മൾ യുദ്ധത്തിനൊന്നും പോയിട്ടില്ല, അതിൻ്റെ വഴിക്ക് വിട്ടു പോട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ ആൾ പറയുന്ന സംഗതി ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ടും അത് ഒരേ സംഗതി ആയതുകൊണ്ടും നമ്മളിവിടെ വായിക്കുകയാണ്. അപ്പോൾ ജസ്ല അതും കൂടി ഒന്ന് അനുവദിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ ഈ പോസ്റ്റ് 2 വർഷം മുന്നേ എഴുതിയതാണ്, വീണ്ടും റീപോസ്റ്റ് ചെയ്യുന്നു. ശബ്ദമൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. എഴുതാൻ തോന്നുമ്പോൾ മാത്രമേ എഴുത്തു വരൂ. എനിക്ക് എന്താണ് മുസ്ലിം ലീഗിനോട് ഇത്ര കലിപ്പെന്ന് ചോദിച്ചു വന്ന മെസ്സേജുകൾക്കുള്ള ഉത്തരം. ഏറ്റവും മോശമായി സോഷ്യൽ മീഡിയയിൽ എന്നെ അടക്കമുള്ള പലരെയും ഏറ്റവും മോശപ്പെട്ട വാക്കുകളും സംസ്കാരശൂന്യമായ ഇടപെടലും കൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം മുതലേ, പഠിക്കുന്ന കാലം മുതലേ അസഭ്യം ചൊരിഞ്ഞത് ഈ ലീഗുകാരാണ്. അറിയുന്നവരും അറിയാത്തവരും. ഞാൻ ഒരു മലപ്പുറംകാരിയായതുകൊണ്ടാകാം എൻ്റെ ചുറ്റുമുള്ള മിക്ക മനുഷ്യരും ഈ ലീഗുകാരാണ്. KSUവിൽ പ്രവർത്തിക്കുന്ന കാലം മുതലേ ഇവരുടെ നിലപാടുകൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. അത്രയ്ക്കും സ്ത്രീ വിരുദ്ധവും പുരോഗമന വിരുദ്ധവുമായ നിലവാരമില്ലാത്ത അഭിപ്രായങ്ങളും നിലപാടുകളും എക്കാലത്തും ലീഗിനൊപ്പം ഉണ്ടായിരുന്നു. വല്ലാത്ത അസ്വസ്ഥത ആയിരുന്നു. ക്യാമ്പസ് രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ആ സമയത്ത് ഇലക്ഷൻ സമയമാകുമ്പോഴും അല്ലാത്തപ്പോഴും ഞാൻ KSUക്കാരായ സഹപ്രവർത്തകരോട് പറയും, നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാം. UDSF സംവിധാനം വേണ്ട, തോക്കുകയാണെങ്കിൽ തോക്കട്ടെ എന്ന്. KSU മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്തും ആദ്യത്തെ മീറ്റിംഗിൽ ഞാൻ വെച്ച നിർദ്ദേശങ്ങളിൽ ഒന്ന് KSU ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ആർജവം കാണിക്കണം എന്നായിരുന്നു. അന്ന് ഒരുപാട് ഒറ്റപ്പെടുത്തലും പരിഹാസവും സഹപ്രവർത്തകരിൽ നിന്ന് പോലും ഉണ്ടായി. മലപ്പുറമല്ലേ, ലീഗിനെ പിണക്കിയാൽ KSU ഇല്ലാതെയാകും എന്ന ഭയം അവർക്കും ഉണ്ടായിരുന്നിരിക്കണം. കാരണം ആ ചെറിയ പ്രായത്തിൽ പോലും തലയിലെ തട്ടം ചാടിയതിനു വരെ സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കുന്ന ഒരു വിഭാഗം ഞാൻ കണ്ടത് മുസ്ലിം ലീഗുകാരെ ആയിരുന്നു. അത് കഴിഞ്ഞ് മങ്കട നിയോജക മണ്ഡലത്തിൽ ഇലക്ഷൻ വർക്കിന് KSU ഭാരവാഹി എന്ന നിലയിൽ പോകേണ്ടി വന്നു. UDF സംവിധാനത്തിലാണല്ലോ കോൺഗ്രസ് ഉള്ളത്. ലീഗിനെ ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും നിവൃത്തികേട് കൊണ്ട് നമുക്ക് ഇലക്ഷൻ വർക്കിന് ഇറങ്ങേണ്ടി വരും. അങ്ങനെ അഹമ്മദ് കബീർ സാഹിബ് മത്സരിക്കുന്നിടത്ത് എനിക്ക് ദിവസങ്ങളോളം ഇലക്ഷന് വർക്കുണ്ടായി. കോളേജിൽ പോലും പോകാതെ ആത്മാർത്ഥമായി തന്നെ ഓടി നടന്നു. കുടുംബ സംഗമങ്ങൾ കയറി ഇറങ്ങി. അതിനിടെ അന്ന് എൻ്റെ പ്രിയപ്പെട്ട നേതാവായിരുന്ന PT തോമസ് അങ്കിളിൻ്റെ ഇലക്ഷന് പ്രചാരണത്തിനും പോകാൻ ആഗ്രഹം വന്ന അങ്ങോട്ടും ഓടി ഒരു ദിവസം തൃക്കാക്കരയിൽ. തിരിച്ച് മലപ്പുറത്തേക്ക് ട്രെയിൻ കയറുന്നത് ഇവിടുത്തെ സമാപന സമ്മേളനത്തിന് വേണ്ടിയായിരുന്നു. അത്രയും ദിവസം മങ്കട നിയോജക മണ്ഡലത്തിൽ ഓടി നടന്ന ഒരു പെൺകുട്ടി പ്രസംഗിക്കുമ്പോൾ അന്ന് എൻ്റെ രാഷ്ട്രീയ എതിരാളികളായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിൽ ഒരാൾ പ്രസംഗിച്ചപ്പോൾ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ എന്നോട് സമാപന സമ്മേളനത്തിൽ നമുക്ക് മറുപടി കൊടുക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ 2 വനിതകളായിരുന്നു സ്റ്റേജിലുണ്ടായിരുന്നത്. ഓർമ്മ ശരിയാണേൽ അവിടുത്തെ വാർഡ് മെമ്പർ എന്തോ ആയിരുന്നു ഒരു ഇത്തയും ഞാനും. ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് പാണക്കാട്ട് നിന്നൊരു തങ്ങൾ സ്റ്റേജിലേക്ക് വരുന്നത്. പെട്ടെന്ന് സംഘാടകർ ഓടി വന്ന് ഞങ്ങളോട് പറഞ്ഞു, പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി പാണക്കാട്ട് തങ്ങളും ലീഗ് നേതാക്കളും വരുന്നു എന്ന്. ഞാൻ ആകെ അന്തം വിട്ടു. ഞങ്ങൾ പരസ്പരം നോക്കി. പെണ്ണുങ്ങൾ അവിടെ ഇരിക്കുന്നു, അതുകൊണ്ട് അവർക്ക് എന്ത് പ്രശ്നം വരാനാണ്? സ്ത്രീകൾ അത്ര മോശപ്പെട്ട ജന്മമാണെന്ന് അവർ പറയും പോലെ ആ ഇത്തയെയും എന്നെയും അവർ തഴഞ്ഞു. കോൺഗ്രസ്സുകാരനായ അവിടുത്തെ സംഘാടന സമിതിയിലെ ചേട്ടൻ, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കേറെ ഇഷ്ടമുള്ള ചേട്ടൻ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പോലെ പറഞ്ഞു, മോളെ ജസ്ലെ, ഇത് നമ്മുടെ കോൺഗ്രസിന്റെ പരിപാടിയാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യേണ്ടി വരില്ലല്ലോ. ലീഗിന്റെ സമുദായ നേതാക്കൾ വരുന്നിടത്ത് പെണ്ണുങ്ങൾ ഇരിക്കരുതെന്ന് ലീഗുകാർ പറഞ്ഞു. സ്ഥാനാർത്ഥി ലീഗിന്റെ ആളല്ലേ, നമ്മുടെ പാർട്ടി അവരോടൊപ്പം അല്ലേ നിൽക്കണം ഇവിടെ, അതാ കുഞ്ഞിന് വിഷമം തോന്നരുത് എന്ന്. കോൺഗ്രസിന്റെ ഗതികേടായിരുന്നു അതെന്ന് എനിക്ക് മനസ്സിലായി. ലീഗിന്റെ മൂട് താങ്ങി ഓച്ചാനിച്ച് നിൽക്കുക എന്നത് അന്ന് എനിക്ക് മനസ്സിലായി. ആ സമയം വരെ ഇലക്ഷന് പ്രസംഗിച്ച് നടക്കുമ്പോൾ പെണ്ണെന്ന തോന്നൽ അവർക്കില്ലായിരുന്നു. വേദിയിലിരിക്കുമ്പോൾ പെണ്ണായതുകൊണ്ട് ഇറങ്ങണം. പെണ്ണെന്നതോ മോശപ്പെട്ട വർഗമാണ് ലീഗിന്. ലീഗ് എന്നാൽ സമുദായ പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടി അല്ല. പിന്നീട് അങ്ങോട്ട് ഞാൻ ലീഗിനെ ശരിക്കും പഠിച്ചു. സ്ത്രീ എന്ന രീതിയിൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നിട്ടും എൻ്റെ തലയിലെ തട്ടത്തിന്റെ പേരിൽ നേരിൽ അറിയാവുന്ന പല മുസ്ലിം ലീഗ് കുട്ടി നേതാക്കളടക്കം പലരുമായും പലവട്ടം പലയിടത്തു വെച്ചും കോർക്കേണ്ടി വന്നു. സദാചാര പോലീസ് ചമയുന്ന ലീഗിനെ പലയിടത്തും ഞാൻ കണ്ടു. ലീഗ് എന്നാൽ ദീൻ ആണെന്ന് കരുതി ജീവിക്കുന്ന പലരെയും. കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ ഇവരുടെ സദാചാര അക്രമം പലതവണ നേരിടേണ്ടി വന്ന ആളാണ് ഞാൻ. അതിനൊക്കെ സ്പോട്ടിൽ മറുപടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അവർക്കെന്നും കണ്ണിൽ കരടായിരുന്നു.
പിന്നീടാണ് ഫ്ലാഷ് മോബ് കളിക്കുന്നതും പ്രശ്നമാവുന്നതും സൈബർ ആക്രമണങ്ങളും നേരിട്ടുള്ള അപകീർത്തിപ്പെടുത്തലുമൊക്കെ നടക്കുന്നത്. ഈ വിവാദം എല്ലാം തുടങ്ങിവെച്ചതും ആളിക്കത്തിച്ചതും സൈബർ സദാചാര തെറിവിളി ആക്രമണം നടത്തിയതൊക്കെയും ലീഗ് പ്രവർത്തകർ തുടക്കമിട്ടിട്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ വെർബൽ റേപ്പ് നടത്താൻ യാതൊരു മടിയുമില്ലാത്ത നികൃഷ്ട രാഷ്ട്രീയം, സ്വരമുയർത്തുന്ന സ്ത്രീകളെ എതിർക്കുന്ന സ്ത്രീകളെ വേശ്യാവിളികൾ കൊണ്ടും വെടിവിളികൾ കൊണ്ടും ആത്മരതി കൊള്ളുന്ന പുരുഷാധിപത്യ ഹുങ്കിന്റെ രാഷ്ട്രീയം, വർഗീയതയുടെ ശരീരത്തിനുമേൽ മതേതര കുപ്പായമിട്ട രാഷ്ട്രീയം, യാഥാസ്ഥിതിക സമൂഹത്തെ വാർത്തെടുക്കാൻ സമൂഹത്തിലൊരു സാമൂഹിക പുരോഗതിയും നടപ്പാക്കാൻ സമ്മതിക്കില്ലെന്ന് വാശി പിടിച്ച് നടക്കുന്ന ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയം. അന്നുവരെ ലീഗായിരുന്ന എൻ്റെ ഉമ്മയടക്കമുള്ള ബന്ധത്തിൽപ്പെട്ട പലരും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാവുന്നത് അവരുടെ സ്ത്രീ വിരുദ്ധതയുടെ വ്യാപ്തി കണ്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മുടെ ഈ കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എന്തെല്ലാം പുരോഗമന നിലപാടുകൾ മുന്നോട്ട് വെച്ചു? ഏതെങ്കിലും ഒന്നിന് ലീഗ് എതിരഭിപ്രായം ഇല്ലാതെ ഇരുന്നിട്ടുണ്ടോ? 1 കെട്ടും 10 കെട്ടും EMSന്റെ ഓളയും കെട്ടും എന്ന് പരസ്യമായി മുദ്രാവാക്യം വിളിച്ചിരുന്ന ലീഗിൽ നിന്ന് തുടങ്ങാം. മലപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി PK സൈനബ മത്സരിച്ചപ്പോൾ തട്ടമിടാത്ത PK സൈനബയ്ക്ക് വോട്ടില്ലെന്ന് പ്രചാരണം നടത്തിയ ലീഗിനെ എനിക്ക് ഓർമ്മയുണ്ട്. 7ാം ക്ലാസ് പാഠപുസ്തകത്തിലെ മതമില്ലാത്ത ജീവൻ എന്ന മനോഹരമായ പാഠമുണ്ടായിരുന്നത് ഞങ്ങൾ പഠിക്കുന്ന സമയത്തായിരുന്നു. അന്ന് നാട്ടിൽ എവിടെ തിരിഞ്ഞാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ലീഗായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ മുതിർന്നപ്പോൾ ആണ്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്നാൽ മുസ്ലിങ്ങൾക്ക് പ്രശ്നം, വിവാഹപ്രായം പെൺകുട്ടികളുടേത് കൂട്ടിയാൽ മുസ്ലിങ്ങൾക്ക് പ്രശ്നം, മുത്തലാഖ് നിരോധിച്ചാൽ മുസ്ലിങ്ങൾക്ക് പ്രശ്നം, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിച്ചാൽ മുസ്ലിങ്ങൾക്ക് പ്രശ്നം, ട്രാൻസ്ജെൻഡേഴ്സിനെയും ഹോമോസെക്ഷുവാലിറ്റിയെയും എതിർക്കുന്നത് മതം പറഞ്ഞ് 2 മതസ്ഥർ കല്യാണം കഴിച്ചാൽ റിയാസും വീണയും വിവാഹത്തെ കഴിച്ചതിന് അത് പച്ച വ്യഭിചാരമാണെന്ന് പറയുന്ന ലീഗ്, സ്കൂൾ ടൈം മാറ്റിയാൽ മുസ്ലിങ്ങൾക്ക് പ്രശ്നം, സ്ത്രീകൾ അവരുടെ പാർട്ടിയിലുള്ളതാണെങ്കിൽ പോലും എതിർത്താൽ ബിരിയാണി ചെമ്പിന്റെ മൂടിയാണെന്ന് പറയുന്ന ലീഗ്, രാത്രി 9 മണി കഴിഞ്ഞ് ഓൺലൈനിൽ ഇരിക്കുന്ന സ്ത്രീകൾ വേശ്യകളാണെന്ന് പറയുന്ന നേതാക്കൾ, കക്കലും മുക്കലും നടത്തുന്ന നേതാക്കൾ, സ്വർണം കടത്തലും അനക്ക് നരകത്തിൽ പോണോ പെണ്ണെ, എടി വേശ്യയെ നീ ലീഗിനെ പറയുമോ എന്ന് ചോദിക്കുന്ന അണികൾ. ഇതിലൊന്നും വർഗീയത നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് RSS വർഗീയത മാത്രമേ കാണാൻ കഴിയുന്നു എങ്കിൽ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഇക്കൂട്ടരെ രണ്ടിനെയും ഒരേ വടി കൊണ്ട് അടിക്കണം എന്ന നിലപാടാണ്. ഖുർആൻ തൊട്ട് സത്യം വെപ്പിച്ച് ഈ നൂറ്റാണ്ടിലും വോട്ട് വാങ്ങുന്ന പാർട്ടി, മതമാണ് പ്രശ്നം, മതം തന്നെയാണ് പ്രശ്നമെന്ന് മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞ ഷാജിയുള്ള പാർട്ടി, സമുദായ പാർട്ടി. ഓരോ ചാനൽ ചർച്ച കഴിഞ്ഞാലും അന്ന് ലീഗിന്റെ നിലപാടിനെതിരാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ലീഗിനെതിരെ സംസാരിച്ചാൽ ഫോണിലേക്ക് വിളിച്ച് റേറ്റ് ചോദിക്കുന്ന, അക്ഷരാർത്ഥത്തിൽ വെർബൽ റേപ്പ് നടത്തുന്ന പ്രവർത്തകരുടെ അടിമകളുടെ രാഷ്ട്രീയത്തെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് പറയുന്നത്. സന്നദ്ധ സേവനം ലീഗ് നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. അതിന്റെ വഴികളിലേക്ക് ഇപ്പോൾ ഇല്ല, അത് നല്ല കാര്യം. പക്ഷേ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കടമയാണ്. ഫണ്ട് മുക്കാൻ മാത്രമുള്ളതല്ല. എന്നാൽ അത് ലീഗ് മാത്രം ചെയ്യുന്നത് ഒരു കാര്യമാണോ? എല്ലാ പ്രസ്ഥാനങ്ങളുടെയും നിലനിൽപ്പാണത്. സേവാഭാരതിയും പോപ്പുലർ ഫ്രണ്ടും ചെയ്യുന്നത് നിലനിൽപ്പ് പ്രധാനമായതുകൊണ്ട്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വളരെ മികച്ച രീതിയിൽ വർഗീയത ചൊരിയാതെയും ചെയ്യുന്നു ധാരാളം. ലീഗ് ഒരു പിന്തിരിപ്പൻ പ്രസ്ഥാനമാണ്. മതങ്ങളെ പോലെ മനുഷ്യനെ മാറി ചിന്തിപ്പിക്കാൻ സ്പേസ് കൊടുക്കാത്ത ഒരു പാട്രിയാർക്കൽ താലിബാനിക് പൊളിറ്റിക്സ്. മുസ്ലിം ലീഗ് എനിക്ക് 20ാം വയസ്സിൽ അന്നത്തെ അത്ര അനുഭവ സമ്പത്തോ ധൈര്യമോ ബോൾനെസ്സോ അറിവോ ഇല്ലാതിരുന്ന കാലത്ത് കണ്ട ഒരു പാട്ടിന് നൃത്തം ചെയ്തതിന്റെ പേരിൽ മതത്തിന്റെ കുപ്പായമണിഞ്ഞ് കഥകളിൽ കേട്ട കാട്ടാളന്മാരുടെ രൂപവുമായി വന്ന് എന്നെ പിച്ചു ചീന്തിയ സൈബർ അറ്റാക്കിന്റെ വെറുപ്പുളവാക്കുന്ന സ്വപ്നമാണ്. ഓർമ്മകളിൽ എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും ഇന്നും എന്നെ വേട്ടയാടുന്ന ട്രോമയായി കൂടെയുള്ള അറപ്പുളവാക്കുന്ന സ്വപ്നമാണ്. ഓർമ്മകളിൽ മാത്രം ഇന്നൊരു തുള്ളി പോലും അതിൻ്റെ ഒന്നും അവശേഷിക്കുന്നില്ല. വർഷങ്ങൾക്കിപ്പുറം ഇന്ന് MSFന്റെ പരിപാടികളിൽ പെൺകുട്ടികൾ ഫ്ലാഷ് മോബ് കളിച്ചിട്ടുണ്ട് ധാരാളം. മാറാതെ എവിടെ പോകാൻ? നിങ്ങൾക്ക് മാറുകയല്ലാതെ നിവൃത്തിയില്ലാതെ വരും. ലീഗ് എതിർപ്പ് പ്രകടിപ്പിക്കാത്ത എന്തെങ്കിലും സാമൂഹിക മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ? മലബാറിൽ മിക്കയിടങ്ങളിലും മഹല്ലുകൾ വരെ ലീഗാണ് ഭരിക്കുന്നത്. മുസ്ലിം ലീഗിനെതിരെ സംസാരിച്ചാൽ അത് ഇസ്ലാമിനെതിരെയാക്കും, പ്രവർത്തിച്ചാൽ ഇസ്ലാമോഫോബിയ ആക്കും എന്ന ഭയം കൊണ്ട് മിണ്ടാണ്ടിരിക്കുന്ന കോൺഗ്രസ് ഏറെ സഹതാപം അർഹിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ മതേതര മുഖത്തിന് വിള്ളൽ വീഴ്ത്തിയത് ലീഗുമായുള്ള കൂട്ടുകെട്ടാണ് മലപ്പുറത്ത്. ഇത്തിൽ കണ്ണി ആണ് അത്. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വീഡിയോയുമുണ്ട്, നിങ്ങൾക്ക് കാണാം. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിതിൽ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് അവസാനമായിട്ട് ഇതിൽ പറയാനുള്ളത്. നമുക്കിവിടെ വിയോജിപ്പുകൾ, അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിമർശനങ്ങളെല്ലാം ഉന്നയിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. ഏത് പാർട്ടിയും എങ്ങനെ വേണമെങ്കിലും വിമർശിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്?
ഇവിടെ ഇപ്പോൾ VD സതീശൻ നമ്മളുടെ കോൺഗ്രസിന്റെ വക്താവാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾ പോലും ഈ ലീഗ് കാണിക്കുന്ന ഈ തരം നെറികേടുകൾ സ്വന്തം അണികൾ KSUവിൻ്റെ പോലും ആളുകൾക്ക് എതിരെ പോലും ചെയ്യുന്ന കാര്യങ്ങൾ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു വിമർശനം ഉന്നയിക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. മാത്രമല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ടും കൂടിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ലീഗിലെ ചില ഘടകം ആയിട്ടുള്ള ആളുകൾക്ക്, സമസ്ത പോലെയുള്ള ആളുകൾക്കൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് വേറെ വിഷയം. അത് അവരുടെ ഈ അധികാരം പങ്കിടുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നമാണ്. ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എന്നുള്ളത് തന്നെയാണ്. അവർ അണ്ടർഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ട് ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് വീണ്ടെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ചില കളികൾ കളിക്കാൻ കെൽപ്പുള്ള ആളുകളാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഊഹിക്കുന്നതിനപ്പുറമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ സാധനം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നന്നായിട്ട് അറിയുന്ന ആളുകൾ മറ്റ് ഇസ്ലാമിക സംഘടനകൾ തന്നെയാണ്. അതുകൊണ്ടാണ് അവരതിനെ വലിയ തോതിൽ എതിർക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ തള്ളിപ്പറയുന്നതിൻ്റെ പേരിൽ ഇന്നിപ്പോൾ സമസ്ത പോലും സംഘികളാണ് എന്ന് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാർ വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത് പോലെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘിച്ചാപ്പ കൊടുക്കുന്നത്. സംഘിച്ചാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ മഴയാണ്, എവിടെ തിരിഞ്ഞു നോക്കിയാലും സംഘിച്ചാപ്പ ഒഴുകി നടക്കുന്ന അവസ്ഥയാണ്. ഇതാണ് കഥ. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ, പക്ഷെ വോട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ സാധനങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ട് വേണം വോട്ട് ചെയ്യണം എന്നതാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം OIC പറഞ്ഞ സാധനമാണ് ഞാനിവിടെ വീണ്ടും ഒന്ന് ഓർക്കുന്നത്. നിങ്ങൾ വോട്ട് കൊടുക്കുന്ന ആളുകൾ ആർക്കായിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യമായിട്ട് വരുന്നത്. ആ പറഞ്ഞതിൻ്റെ പേരിൽ OIC എല്ലാവരും കൂടിയിട്ട് ഇവിടെ സംഖ്യയാക്കി. അതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ. OIC എന്താ പറഞ്ഞത്? OIC പറഞ്ഞു, വർഗീയതയെ അകറ്റി നിർത്തിയാൽ സഹകരിക്കും, ബീഹാറിൽ NDA സഖ്യത്തെ പിന്തുണയ്ക്കുമെന്ന് അസദുദ്ദീൻ OIC. ഇതാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ബീഹാറിൽ സഖ്യത്തെ പിന്തുണയ്ക്കും എന്തിൻ്റെ പേരിൽ? അതായത് വർഗീയത അകറ്റി നിർത്തിയാൽ എന്നാണ് പറയുന്നത്. നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പറയുന്ന കാര്യം ഇതാണ്. ഇവിടെ ഇപ്പോൾ ജസ്ല മാടശ്ശേരി മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞത് തന്നെയാണ്, മാറേണ്ടി വരും എന്ന് തന്നെയാണ് പറയുന്നത്. മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു പാർട്ടി നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്തു എന്നതിൻ്റെ പേരിൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ കുഴിച്ചുമൂടാൻ വേണ്ടിയിട്ട്, അവരെ ഡിമോണൈസ് ചെയ്ത് അവർ എക്സിസ്റ്റ് ചെയ്യാൻ പോലും പാടില്ല എന്നുള്ള രീതിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് ജനാധിപത്യത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന സാധനമല്ല. നിങ്ങൾക്കൊരു പരാതി ഉണ്ട്, ഏതെങ്കിലും വിഷയത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള വഴികളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതാണ് നമ്മളെപ്പോഴും പറയാം. അത് ഈ പറയുന്ന സംഗതിയിലും ബാധകമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് ജസ്ല ഇത്രമാത്രം വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും അതിൻ്റെ പരിഹാരമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസാനം പറഞ്ഞു വെക്കുന്നത് തന്നെ എന്താണ്? മാറും എന്നുള്ള കാര്യമാണ്. ഇത് തന്നെയാണ് നമ്മളെല്ലാവരെ കുറിച്ചും പറയുന്നത്. എല്ലാവരും മാറും. SDPI മാറും, BJP മാറും, കോൺഗ്രസ് മാറും, കമ്മ്യൂണിസ്റ്റുകാർ മാറിയില്ലേ? കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ എവിടം വരെ മാറി എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ അയ്യപ്പ സംഗമം നടത്തുന്ന അവസ്ഥയിലേക്ക് വരെ കമ്മ്യൂണിസ്റ്റുകാരെത്തി. അതാണ് നമ്മൾ കാണുന്നത്. കാരണം ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ചില പൊടിക്കൈകളുമായിട്ട് ഇറങ്ങുന്ന ഒരു ഗതികേടിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ എത്തേണ്ടി വരുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. പണ്ട് പറഞ്ഞ മാതിരി ഗണപതി മിത്താണ് എന്ന് പറയുന്ന പോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഇനി അധികം ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയാൻ പോകുന്നില്ല എന്നാണ് ഈ പറയുന്നത്. മാത്രമല്ല ആ സമയത്ത്, ആ വിഷയം ഉണ്ടായ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ ടൈറ്റിലിൽ പറഞ്ഞ കാര്യം ഇതായിരുന്നു, അതിൻ്റെ തമ്പനയിലിട്ടത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങനെയാണ്. അതായത് രാമൻ്റെ മുന്നിൽ മമ്മദ് മുട്ടുമടക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇതാണ് അന്ന് എഴുതി വെച്ചത്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുക. അതായത് നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു മത വിമർശനം അതൊരു നടത്താവുന്ന കാര്യമാണ്. അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് പുരോഗമനവാദിയാണെന്നുള്ളൊരു ലേബിൾ കിട്ടും. നിങ്ങൾക്ക് വലിയ ഒരു ബുദ്ധിജീവിയാണെന്ന് വരെ പറഞ്ഞു വരുത്താനൊക്കെ എളുപ്പമാണ്. പക്ഷേ അതേ മാനദണ്ഡം ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ഇസ്ലാമോഫോബ് ആവുന്നു, നിങ്ങൾ മുസ്ലിം വിരുദ്ധനായി മാറുന്നു, നിങ്ങൾ മനുഷ്യത്വമില്ലാത്തവൻ വരെ ആയി മാറുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് വലിയ പ്രശ്നമായി മാറുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നതാണ് ഈ ഹിന്ദുമത വിമർശനം അത് ചെറുത് നടത്തിയാൽ പോലും, അതിന് നേരിട്ട് നടത്തിയില്ലെങ്കിൽ പോലും ഇൻഡിറക്ട്ലി ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ പോലും അത് വളഞ്ഞു പിടിച്ച് അത് പാടില്ല, അതിന് മാപ്പ് പറയിപ്പിക്കുന്ന അവസ്ഥ, അതിൽ വലിയ ചർച്ച ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുക എന്താണ്? ഒന്നുകിൽ ഈ പറയുന്ന ഹിന്ദുമത വിമർശനം നിർത്തുക, അല്ലെങ്കിൽ ഹിന്ദുമത വിമർശനം മാത്രം നടത്തിയാൽ പോരാ, മറ്റു മതങ്ങളെയും വിമർശിക്കണം എന്ന ആ നിലയിലേക്ക് കാര്യങ്ങൾ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ സംഭവിക്കുക എന്താണ്? ഇസ്ലാം മത വിമർശനം ഇവിടെ വർദ്ധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം ഹിന്ദുമത വിമർശനം കൂടുതൽ ചെയ്യുന്നോ അത്രയും കണ്ട് ഇസ്ലാം മത വിമർശനവും കൂടും. അതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് കൂടുക എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അന്നും പറഞ്ഞ കാര്യമാണ് ഇന്നും അത് കാരണം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലോകത്ത് എവിടെയെങ്കിലും ഈ ഇസ്ലാം മതത്തിന് അടിപതറും എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലായിരിക്കും എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. അതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. ഹിന്ദുമത വിമർശനം ഒരിക്കലും വിമർശിക്കരുത് എന്നല്ല അവർ പറയുന്നത്. നിങ്ങൾ നമ്മളെ വിമർശിച്ചാൽ
മാത്രം പോരാ, അവിടെയും വിമർശനം വേണമെന്ന നിലപാട് എന്ന് പറയുന്നത് അതാണ് ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ പരിക്കുണ്ടാക്കുക എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റം സംഭവിക്കുന്നേ, മനുഷ്യന്മാരിൽ മാറ്റം സംഭവിക്കും, ആളുകളിൽ മാറ്റം സംഭവിക്കും. ഈ വർഗീയത കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് പിന്നെ എളുപ്പമല്ലാതെ വരും. അതാണ് പിന്നീട് അവിടെ നമ്മൾ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ആ വിഷയത്തിൽ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അതെന്തോ മുന്തിയ സാധനമാണ് എന്ന ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് വിശ്വാസികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ ഇതൊരു വഴിയാകട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു പോസ്റ്റ് കറങ്ങി തിരിഞ്ഞ് യാദൃശ്ചികമായിട്ട് വന്നതാണ്. ഉസ്താദുമാർ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ആ ഡിഫൻസുമായി കണക്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഞാൻ അതിൻ്റെ ഒരു ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. ഏതായാലും അത് വേണമെങ്കിൽ നമുക്കൊന്നിവിടെ പെട്ടെന്നൊന്ന് കണ്ടേക്കാം. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ കാണാനിടേ തിരൂര് ലീഗ് ഓഫീസിൽ വെച്ചിട്ടേ ഈ പത്രിക സമർപ്പിക്കാൻ പോകുന്നതിന് മുന്നേ ആളുകളെല്ലാവരും കൂടി അവിടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നൊരു ചടങ്ങാണ്. ലീഗിൻ്റെ ഓഫീസാണെന്ന് ഓർക്കണം കേട്ടോ, ഇവിടുത്തെ മതേതര ലീഗ്. അപ്പോൾ അവിടെ പുറപ്പെടുന്നതിന് മുന്നേ അരമണിക്കൂർ മുന്നേ കൃത്യമായിട്ട് പറഞ്ഞല്ലേ, അവിടെ ഒരു പ്രാർത്ഥന നടക്കുകയാണ്. അപ്പോൾ ആ പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഞാനത് ഇവിടെ പോസ്റ്റ് കണ്ടപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻ്റ് ഇട്ടു. ആ കമൻ്റ് ഞാൻ ഇട്ടത് എന്താണ്, അതായത് ആ പ്രാർത്ഥിക്കുന്നത് അറബിയിലാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന സാധനം പച്ചയായ വർഗീയതയാണ്. എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ വലിയ സംഭവമാക്കണം, ബാക്കി കാഫിറുകളൊക്കെ തല്ലണം കൊല്ലണം എന്ന് പറയുന്ന രീതിയിലൊരു സാധനമാണ് ഈ പറയുന്നത് എന്ന് ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ഉസ്താദുമാരായിട്ടുള്ള ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, അത് ആരിഫിൻ്റെ തോന്നലാണ് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ പിന്നെ അത് കാര്യം ഒന്ന് വ്യക്തമാക്കിയിട്ട് പോവല്ലേ അതിൻ്റെ ഒരു ശരി അല്ലേ? എന്താ ഇപ്പം നിങ്ങളെ അഭിപ്രായം? അപ്പം എന്നാൽ പിന്നെ നമുക്കതൊന്നും അങ്ങോട്ട് ആയിക്കളയാം അല്ലേ? എന്നാൽ പിന്നെ അതെ കാര്യത്തിലേക്ക് കണ്ട് കിടക്കാം. ഉസ്താദുമാർ എല്ലാവരും വരിവരിയായിട്ട് വരിക, വെളിച്ചെണ്ണ കയ്യിലുള്ള ഉസ്താദുമാർ മാറിക്കുക. നമ്മൾ വെളിച്ചെണ്ണ തൊടാത്ത ഉസ്താദുമാർ, വെളിച്ചെണ്ണയുടെ വാർത്ത വേറെ വരുന്നുണ്ട്. ഓക്കെ, പീഡന വീരന്മാരായ ഉസ്താദുമാർ തൽക്കാലം മാറിക്കുക. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. യെസ്. اللهم اعفو علينا من فيوضاتهم وامدنا بمطرهم وانصرنا بنصرتهم واهدنا بحمايتهم. اللهم انا نسالك بحقهم وبدعائهم بارك. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداء الدين. اللهم شتت شملهم وفرق جمعهم. ഉസ്താദ് നൈസായിട്ട് അങ്ങോട്ട് വെളുപ്പിക്കാനുള്ള ശ്രമമാണല്ലോ നടത്തിയത്. ഉസ്താദ് ആൾ കൊള്ളാലോ, നൈസായിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചുകൊണ്ട് പോയാൽ കാര്യം അങ്ങോട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്നതാണോ നിങ്ങൾ വിചാരിച്ചത്? ഇവിടെ എക്സ് മുസ്ലിങ്ങളുണ്ട് കേട്ടാ, നിങ്ങൾ ഒരു തരികട ഇനി നമ്മൾ ഇവിടെ അനുവദിക്കില്ലെന്നേ. അത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്തൊട്ടിപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചത് അത് പറഞ്ഞിട്ട് കേട്ടിട്ട് അങ്ങോട്ട് പോയാൽ മതി, അർത്ഥവും പറഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ എന്താ ഇവിടെ പ്രാർത്ഥിച്ചത്? കുറേ സാധനങ്ങൾ പറഞ്ഞല്ലോ, അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു 3 സാധനങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിവിടെ ഒന്നും കൂടി ഒന്ന് പറയാം. ഉസ്താദ് ഒരു ആൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ, വെളിച്ചെണ്ണ തൊടാത്ത നല്ല ഒന്നാന്തര ഉസ്താദാണെന്നുണ്ടെങ്കിൽ ഉസ്താദ് അതിൻ്റെ അർത്ഥം പറയും, എന്നിട്ട് ഇവിടുന്ന് പോവുള്ളൂ. അപ്പോൾ ഞാൻ ആ സാധനം ഒന്നുകൂടി ഇവിടെ പറയാം. ഇവിടെ എന്താ പ്രാർത്ഥിച്ചെന്നുള്ളത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ അല്ലാഹുമ്മ ദമ്മിർ അഅദാഅന വഅഅദാ അദ്ദീൻ. ഈ 3 സാധനങ്ങളാണ് ഇവിടെ പ്രാർത്ഥിച്ചത്. എന്തുട്ടാ അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരൂ? നിങ്ങൾ പറയില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു കൊടുത്തോളാം. എന്നിട്ട് നിങ്ങളുടെ ഈ ഉടായ്പ അത് 10 മടക്കിയിട്ട് കയ്യിൽ കാലിൽ എവിടെയെങ്കിലും വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ വല്ല സിറാത്ത് പാലത്തിൻ്റെ മുകളിൽ കൂടെ നടന്ന് അങ്ങ് പൊക്കോളുക. അതവിടെ നടക്കുള്ളൂ. നിങ്ങളുടെ ഈ കയ്യിലിരിക്കുന്ന ഈ വർഗീയത, ഈ സാധനമാണ് നിങ്ങളിവിടെ അറബിയിലൂടെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ബാക്കിയുള്ള ആളുകളുടെ മുന്നിൽ ഈ സാധനം പറഞ്ഞിട്ട് നിങ്ങൾ വലിയ മതേതരരാണ് എന്നിവിടെ ആളുകളെ പറ്റിക്കുന്ന പരിപാടി ഇനി ഇവിടെ നടപ്പില്ലെന്നേ, അത് നമ്മളെ അനുവദിക്കില്ലെന്നേ. ഇത് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ സംഗീ മങ്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങളിവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സാമാനം ഇതാണ്, ഇതൊരു എടുക്കാച്ചെറുക്കാണ്. ഇത് നമ്മളിവിടെ തുറന്ന് കാണിക്കും. അപ്പോൾ എന്തുട്ടപ്പോൾ ഇവിടെ പറഞ്ഞത് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും ഇസ്സത്ത്, അത് അവരുടെ ആ ഒരു നില അത് ഒന്ന് മെച്ചപ്പെടുത്തണമേ, അത് ഉയർത്തണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. പിന്നെന്തുട്ടാ അവിടെ പറഞ്ഞത് വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. എന്തുട്ടപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അതായത് ഷിർക്ക് മുശ്രിക്കീങ്ങൾ, അതായത് നമ്മളെ കാഫിറുകൾ, അതായത് ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകൾ, അവരെ നശിപ്പിക്കണമേ, അവരെ നാണം കെടുത്തണമേ. ഇതല്ലേ അവിടെ പ്രാർത്ഥിച്ചത്. പിന്നെ എന്തുട്ടാ പറഞ്ഞ അല്ലാഹുമ്മ ദമ്മിർ അഅദാഅന വഅഅദാ അദ്ദീൻ എന്ന് വെച്ചാൽ അതായത് ഞങ്ങളുടെയും ഇസ്ലാമിൻ്റെയും ശത്രുക്കളെ നശിപ്പിക്കണമെന്ന്. ഇതല്ലേ അവിടെ പ്രാർത്ഥിച്ചത്.
അപ്പോൾ എന്തൊട്ടാ ഉസ്താദ് ഇവിടെ ഇറക്കുമതി ചെയ്യുന്നത്? ഒരു മതേതര സമൂഹത്തിൽ ഇവിടെ നിന്നിട്ട് ബഹുദൈവ ആരാധകരെ നശിപ്പിക്കണം, നാണം കെടുത്തണം, ഇസ്ലാമിനെ മുസ്ലിങ്ങളെ മാത്രം രക്ഷിക്കണം, എന്നിട്ട് പിന്നെ അവസാനം ഇത് ഞങ്ങൾ മതേതരരാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനേ ഇച്ചിരി പാടാണ്. നിങ്ങളത് ഇതേപോലെ കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കാന്ന് വിചാരിച്ചാലേ പണ്ടത്തെ മാതിരി അല്ല. ഇവിടെ നല്ല അസൽ LED ബൾബോടെ അങ്ങനെ അങ്ങോട്ട് കത്തിച്ചങ്ങോട്ട് ഇട്ടാണ്ടല്ലോ, പിന്നെ നിങ്ങൾ വിചാരിക്കണ മാതിരി നടക്കില്ല, ഇരുട്ടാക്കാൻ നടക്കില്ല. അത് വല്ല മദ്രസയിലും ചിലവയ്ക്കാൻ മതി എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉസ്താദിനെ കൊണ്ട് എടുത്താൽ പൊങ്ങുന്ന പണി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ പറഞ്ഞ മാതിരി ധൈര്യമുണ്ടെങ്കിൽ, വെളിച്ചെണ്ണ തൊടാത്ത ഉസ്താദാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനത്തിൻ്റെ അർത്ഥം ഇനി ഉസ്താദ് പറയും. ഓക്കെ, ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് തെളിയിക്കും. നമുക്ക് കാണാലോ. നിങ്ങൾ ഈ കണ്ടം വഴി ഓടണമാണ് ഇനി നമ്മൾ കാണാൻ പോണേ. അപ്പോൾ അസ്സലായി അലക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം, ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ആളുകൾക്ക് പ്രചരിപ്പിച്ച് അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കാൻ അത് ഉപകാരപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. അതിനാണ് നമ്മളത് അങ്ങനെ ചെയ്തത്. കാരണം ഇത് ആളുകൾ അറിയണം. ഏറ്റവും മിനിമം വിശ്വാസികൾ നിങ്ങൾ വെള്ളിയാഴ്ച ഇരുന്ന് ആമീൻ പിടിക്കുന്ന ആ പ്രാർത്ഥന, ഈ ശാപപ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ എന്തോ വലിയ സാധനമാണെന്നാണ് വിചാരിക്കുന്നത്. ശാപപ്രാർത്ഥനയാണത്. മുസ്ലിങ്ങളെ മാത്രം രക്ഷിക്കുക, ഹിന്ദുക്കളെ ബഹുദൈവ വിശ്വാസികളെ മുഴുവൻ നശിപ്പിക്കുക എന്ന് പറയുന്നത്, ശാപപ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിൽ പ്രാർത്ഥിക്കാൻ കൊള്ളുന്ന സാധനമല്ല. നിങ്ങൾ ഒരു വശത്ത് പറയും ഇസ്ലാം എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു, മറ്റു മതവിശ്വാസികളെ ബഹുമാനിക്കുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്താണ്? ഇപ്പോൾ ഇന്ന് എന്താണ് അൻസാരി സുഹുരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഉസ്താദ്മാരുണ്ട്. നമ്മളെ ലോട്ടറി കച്ചവടം ഒക്കെ ആയിട്ട് ശബ്ദം മാറ്റി നമ്മളെ വിളിച്ച് പേര് പറയാൻ പോലും മടി കാണിക്കുന്ന, ഒരു ധൈര്യമില്ലാത്ത, മുട്ട് ഇടിക്കുന്ന ഒരു ഉസ്താദ്. മൂപ്പര് വന്നിട്ട് ചെയ്ത കാര്യം നിങ്ങൾ കണ്ടു കാണും. ഈ ഡൽഹി ബ്ലാസ്റ്റിനെ വരെ വെളുപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നിപ്പോൾ നമ്മളെ ഫസൽ കാരാട്ടും പുള്ളിയും കൂടി അവിടെ കാര്യങ്ങൾ കൈമാറി ഇന്നിപ്പോൾ പോസ്റ്റൊക്കെ മുക്കി ഓടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഏതായാലും പുള്ളിക്കുള്ള പണി അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുള്ളി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത്, പുള്ളിയുടെ ആ തീവ്രവാദ നിലപാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്ത് നമ്മൾ അവിടെ അറിയിക്കേണ്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പറഞ്ഞു വന്നത്, പുള്ളി ഈ പറയുന്ന സംഗതി ചെയ്ത് ഇന്നിപ്പോൾ എന്തോ ഒരു പൂജാരിയുടെ കൂടെ നിൽക്കുന്ന വീഡിയോ എന്തോ ചെയ്ത് എന്തോ പൂജ നടത്തുന്നത്, എന്നിട്ട് അതിൻ്റെ താഴെ കൊണ്ട് കുറേ ആളുകൾ എന്നെ ടാഗ് ചെയ്ത് വിളിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതൊക്കെ ടാഗ് ചെയ്ത് പൂജയൊക്കെ കഴിഞ്ഞു. എന്നാൽ വരിണടാ, എല്ലാവരും വരി, നമുക്കൊരു പ്രാർത്ഥന കൂടാം, എല്ലാവരും വരി എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എല്ലാം നിന്ന് ഇങ്ങനെ അറബിയിൽ നിന്നിട്ട് ഓതുന്ന ലാസ്റ്റ് എന്താ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ ആമീൻ എന്ന് പറയും. അപ്പോൾ ആ പൂജാരി അപ്പുറത്ത് നിൽക്കുന്ന ഹിന്ദു സഹോദരൻ എന്താണ് ചെയ്യുന്നത്? ഓ സന്തോഷമായി, എന്തോ നല്ല കാര്യമാണ് ഈ പറയുന്നത് എന്ന് വിചാരിക്കും. ഇതെല്ലാം അവിടെ ഉണ്ടാവാൻ പോണത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കഥ. നിങ്ങൾ അറബി പറയുന്നത് ഇമാതിരി തെണ്ടിത്തരമാണ്, ഇത്തരത്തിലുള്ള വർഗീയതയാണ്, ഇത്തരത്തിലുള്ള അശ്ലീലങ്ങളാണ് എന്നുള്ളത് നാട്ടുകാരെ വിളിച്ച് നമ്മൾ അറിയിക്കും. ഇതാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ അറബി പറഞ്ഞാലും ഈണത്തി പറഞ്ഞാലും ആട്ടി പറഞ്ഞാലും ഈ സാധനം ഇതുപോലെ സമൂഹത്തിൽ ഇറക്കാൻ കൊള്ളാത്ത ഇത്തരത്തിലുള്ള എടുക്കാച്ചരക്കുകളാണ് എന്നുള്ളത് നാട്ടുകാരെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഉത്തരവാദിത്തം. അത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. ഇതാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ തരത്തിലുള്ള ഈ പരിപ്പുകൾ, ഇൻജാതി പരിപ്പുകൾ, അത് നമ്മൾ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. ഇനിയും തുടർന്നും അത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.